അനുമോള് ആരായിട്ട് മിണ്ടണേ ഇല്ല. പിന്നെ എനിക്കറിയാം എൻ്റെ കല്യാണം മുതൽ എൻ്റെ എല്ലാ പരിപാടികൾക്കും അനുമോളുണ്ട്. ആള് ഒരു ചൈൽഡിസ് ആണ്. ലവ് ട്രാക്ക് ലവോ ഏത് അനീഷായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആര് സെറ്റ് ചെയ്യണം? അനുമോളും അനീഷും തമ്മിൽ മിണ്ടി സ്റ്റാർ മാജിക്കിൻ്റെ ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ അകത്ത് മിണ്ടിയിട്ടില്ല. ഞാൻ കണ്ടില്ല മിണ്ടണേ. അനീഷേനെ അവൾ ആരടുത്ത് മിണ്ടണമെന്നറിയോ? എൻ്റെ അടുത്ത് മിണ്ടി, ശോഭയുടെ അടുത്ത് മിണ്ടി, ഷാനവാസിൻ്റെ അടുത്ത് മിണ്ടി. ഞാൻ കണ്ടിട്ടില്ല അവൻ ആരടുത്ത് മിണ്ടണേ. അനീഷ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള അനീഷല്ലേ, അയാൾ ഇവിടെ മിണ്ടുന്നത്. ഇപ്പം ഞാൻ കണ്ടത്, ഞാൻ ഇപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടില്ല സത്യമായിട്ടും. വേറെ മിണ്ടിയപ്പോഴാണ് അറിയോ ലക്ഷ്മിയായിട്ട് വഴക്കുണ്ടായപ്പോൾ ഒച്ചപ്പാടെടുത്ത്. അല്ലാതെ ഞാൻ പറഞ്ഞത് ഒരു സോഫ്റ്റ് ആയിട്ട് മിണ്ടെന്ന് ഞാൻ കണ്ടില്ല വന്നു. ഞാൻ കണ്ടില്ല പുറകെ കിടക്കണേ. ഞാൻ എൻ്റെ അകത്ത് പോയ ആളാണ്. അനുമോൾ മിണ്ടണ കണ്ടില്ല ആരിൻ്റെ അടുത്ത് സത്യമായിട്ടും. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ കാണുന്ന എപ്പിസോഡ് കണ്ടു അനുമോൾ ആരിനായിട്ട് മിണ്ടണേ ഇല്ല. പിന്നെ ഇത് ചെയ്തപ്പോൾ ശോഭ ലാൻഡായില്ല. അത് ടി വിമേ പോയിട്ട് തട്ടി അത്രേ ഉള്ളൂ. അതൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ടി വിയുടെ ഒരു ഇതുണ്ട്, മൈജിയുടെ ഒരു ചെറിയ ബോർഡുണ്ട്. ആ ബോർഡ് നിർത്തി വീണു അത്രേ ഉള്ളൂ. നമ്മൾ ടി വി എടുത്ത് നിർത്തി. സാധാരണ ഈ ഹോട്ടൽ ടാസ്കിൽ പോകുന്നതിന് അവരൊരു ഗെയിം അവിടെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങളും ശോഭയിലും എന്തെങ്കിലും പ്ലാനുകളുണ്ടായിരുന്നു? ഒരു പ്ലാൻ ഉണ്ടായില്ല. ശോഭ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, ഞാൻ ഒന്നും പ്ലാൻ ചെയ്യുന്നുണ്ടായില്ല. കാര്യം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയ ഒരാളല്ല. കാര്യം എനിക്ക് എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് ഷോ ഒരു ഓഡിയൻ എന്ന രീതിയിൽ കാണുന്ന ഒരാളാണ്. മൊബൈലിലിരുന്ന് ഹോട്ട്സ്റ്റാറിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാര്യം അനുമോൾ ഉള്ളതുകൊണ്ട് ഞാൻ പോകാൻ താല്പര്യം കാണിക്കാതിരുന്നുണ്ട്. കാര്യം ഈ പറഞ്ഞ സെയിം സാധനം അനുമോളിന് ഫേവറേറ്റ്സും കാണിക്കും, അത് കാണിക്കും, ഇത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അവിടെ പോയിട്ട് അനുമോൾ ഒരു ഫേവറേറ്റ്സും കാണിച്ചിട്ടില്ല. ആ പാവം എനിക്ക് ദേഷ്യം വന്നിട്ട് തീർച്ചയാണ്. കാര്യം അങ്ങനെയുള്ള അവൾ കുറച്ചുകൂടി കളിക്കട്ടെ ഗെയിം. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം പറയുന്നത് ഇപ്പോൾ പ്ലാച്ചിനെ താങ്കൾ പുറത്തിറങ്ങി അതേ സമയത്ത് തന്നെ പ്ലാച്ചിക്ക് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് 2-3 പോസ്റ്റുകളൊക്കെ വന്നത്, വീഡിയോ ഒക്കെ അവരുടെ ഇഷ്ടമുള്ളത്. നിങ്ങളുടെ അനുമോളുടെ PR ടീം പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നുള്ള. അല്ലെങ്കിൽ ഞാനേ ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അത് കണ്ടിരുന്നില്ലേ? അത് ഹിയാസിന് മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഈ പ്ലാച്ചി മട എന്നുള്ള ഭാവ സാധനം. ഞാൻ അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഉദ്ഘാടനത്തിൽ പോയപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞാണ്. ഈ ബിഗ് ബോസിൻ്റെ ആളുകളായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞത്. എനിക്ക് ആ സാധനം ഈ പാവ പിടിച്ച് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര തിഞ്ചായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടി എൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഞാൻ പിന്നെ ആരും പറഞ്ഞാൽ ചെയ്യാറില്ല. എൻ്റെ സ്വഭാവമാണ്. എനിക്ക് തോന്നണം. എനിക്കിപ്പോൾ 1 കോടി രൂപ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ പറയും ഇങ്ങനെ പറയാം ഞാൻ പറയുന്നില്ല. എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യം ഞാൻ പറയും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷിയാസ്ക എൻ്റെ വായിൽ നൂറ്റിയിട്ട് ഞാൻ നിങ്ങൾ പറയും. എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നണം. നിങ്ങൾ ഇതിനു മുമ്പ് മറ്റേ കേസ് നിവിൻ്റെ എനിക്കത് അറിയാൻ പാടാത്ത കാര്യമാണ്. പിന്നെ GCLൻ്റെയും ആര്യൻ്റെയും എനിക്കത് അറിയാൻ പാടാത്ത കാര്യമാണ്. അറിയാൻ പാടാത്ത കാര്യം ഞാൻ സംസാരിക്കാറില്ല. പിന്നെ കോട്ടത്തല ഞാനും കോട്ടത്തല ഇത് കണ്ടിട്ടൊന്നും കേട്ടോ ഈ സംഭവമൊന്നും. അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. അയാൾക്ക് എന്തെങ്കിലും ഒരു സീസൺ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ലൈം ലൈറ്റിൽ വരണം, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അതിലെന്തെങ്കിലും പോയി പറയുക, എന്നിട്ട് അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോവുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. ഇത് ഞാൻ കാണണല്ലേ. ഞാൻ പോയിട്ട് ഇങ്ങനെ അറിയാൻ പാടാത്ത കാര്യപ്പെട്ട് സംസാരിക്കാറില്ല. എൻ്റെ പൊന്നളിയെ എനിക്ക് പേഴ്സണലി ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല അയാളെ സത്യമായിട്ടും. അഖിൽ കോട്ടത്തല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചങ്ങായി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചാണ്. അത് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. എൻ്റെ പേര് ഷിയാസ് കരീം, എൻ്റെ ഉപ്പാടെ പേര് അബ്ദുൽ കരീം എന്നാണ്. ഷിയാസ് അബ്ദുൽ കരീം. അബ്ദുലൊന്ന് മാറ്റി വലിയ പേരായുണ്ട്, അത്ര തന്നെ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. എൻ്റെ പേര് അങ്ങനെയാണ്, ഷിയാസ് അബ്ദുൽ കരീം. അങ്ങനത്തെ പേര് പറയാം. അതാണ്. ഓക്കെ ശരി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴും ആ സമയത്ത് ആരും റിയാക്ട് ചെയ്തിട്ടില്ല. ആദില ഇഷ്യൂ എന്നെ വീട്ടിൽ ഞാൻ കാരണം ആ ഷോയിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടും ചെയ്യുന്ന പരിപാടി ഇല്ലാതെ. ഇത് മറ്റേ നിങ്ങൾ അവർ ഒളിമ്പിക്സിൽ ഓടാൻ പോയിക്കണമെന്നില്ല, ഒരാൾ റിലേയിൽ ഓടാൻ പോയി, ഒരാൾ ഇത് കൊടുത്ത് ഓടാൻ. ഇതൊരു ഒറ്റയ്ക്ക് കളിക്കുന്നൊരു ഷോയാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ അവർ പറഞ്ഞില്ല, ഒരാൾ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ പരിപാടിയൊന്നുമില്ല. നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും. ഇനി തെറ്റുണ്ടെങ്കിൽ ശരിയുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. അന്നേരം അത്ര ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഈവൻ ലാലേട്ടന്റെ എപ്പിസോഡ് പറഞ്ഞപ്പോൾ അത് മോശമായെന്ന് എല്ലാവരും പറഞ്ഞു. ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തില്ലേ? ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തു. വീട്ടിലേക്ക് വരാനല്ലോ പറഞ്ഞു. ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വരും. ഹലോ ചേട്ടാ ഞാൻ എത്തിട്ടോ. ഓക്കെ
അത് ഭയങ്കര എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു. എനിക്ക് കുറേ പടത്തിൽ അഭിനയിക്കുന്നു. ഞാൻ അനീഷ അതുകൊണ്ട് ആ ഒരു പിക്ചർ കൊടുത്ത ഒരാളാണ്. അതെൻ്റെ ഡ്രീമാണ് അയാൾ പറഞ്ഞത്. വലിയ അനീഷ് നല്ല മനുഷ്യനാണ്, നല്ല സോളാണ്. ഒറ്റ ദിവസം വന്ന് ഷിയാസ് കരീമിനെ കൊണ്ട് മനസ്സിലാക്കി അയാൾ ശരിക്കും ഗെയിം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അയാൾക്ക് എന്നെ പേഴ്സണൽ അറിയാം. അയാളുടെ അനിയൻ്റെ കൂട്ടുകാരാണ് ഞാൻ. അപ്പോൾ അയാൾ എന്നെ അറിയാം. അയാൾ സീസൺ 1 കണ്ടിട്ടുണ്ട്. അയാൾക്ക് ഒരു 30-38 വയസ്സുണ്ട്. അയാൾ സീസൺ 1 കണ്ടിട്ടൊക്കെയാണ് ബിഗ് ബോസ്. അയാൾ ഒരു 2 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് അയാൾ ബിഗ് ബോസിൽ ഇതിന് റെഡിയായിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പോഴായിട്ട് 7 കൊല്ലം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് അങ്ങനെ ഒരു കോമണർ എന്നുള്ള അയാൾക്ക് ഫെയിമും പരിപാടികളും ഇല്ലാന്നേ ഉള്ളൂ. അല്ലാതെ അയാൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ബിഗ് ബോസിലേക്ക് പോകണം. അല്ല ഇപ്പോഴും ഈ സീസണിൽ ഫുള്ള് ഈ സാവുമാനാണ്, ഒരു പ്രശ്നമില്ലാത്തത്. പുറത്തൊക്കെ അനീഷിന്റെ ഡയലോഗുകളാണ് എല്ലാവരും ഇപ്പൊ കോമഡി സ്കിറ്റുകളിലും എല്ലാത്തിലും അനീഷിന്റെ ഡയലോഗ് അല്ലെങ്കിൽ അനീഷിന്റെ ഒരു ആക്ടിവിറ്റീസ് ആണ് മെയിൻ. എല്ലാ സീസണിലും നടക്കാറുണ്ടല്ലോ. എല്ലാ സീസണും ബിഗ് ബോസിൽ കുറച്ച് ഹിറ്റായിട്ടുള്ള പരിപാടികളൊക്കെ സ്കിറ്റിലും ഞങ്ങൾ ഫസ്റ്റ് സീസൺ ഉണ്ട്. ബിഗ് ജോസ് പക്ഷെ ഇത്തവണത്തെ ഇതിനകത്ത് അനീഷിന്റെ മാത്രമേ സംതിങ് യൂണിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അനീഷ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അനീഷിന്റെ അയാളുടെ ഡയലോഗും പരിപാടികളൊക്കെ ഒരു ഡിഫറെന്റ് തൃശ്ശൂർ സ്റ്റൈലിൽ എനിക്ക് ചെറിയ കുട്ടികളെ പോലെയാണ് അത്. വാശിയും കുറച്ച് ഇതൊക്കെ ഉള്ള ഒരാളാണ്. അത് വേണം. ബിഗ് ബോസിൽ സംതിങ് യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് ആളുകളുടെ ഇതിലേക്ക് സ്വിച്ച് ആവുള്ളൂ. അല്ലാതെ ഒരു കോമൺ ക്യാരക്ടറുള്ള മനുഷ്യനെ എല്ലാവർക്കും ഇതാക്കാൻ പറ്റില്ല, ഇൻസൈഡ് വെക്കില്ല. അയാൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അയാളുടെ സംസാരം തൃശ്ശൂർ സ്റ്റൈലിലൊരു സംസാരമാണ്. രീതിയിൽ പറഞ്ഞില്ല അക്ബറ. അപ്പോൾ പക്ഷേ താങ്കൾ പറഞ്ഞു താങ്കളുടെ വീട്ടിലേക്ക് താങ്കൾക്ക് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയോടെ ഒരു എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കറുത്തത് വെളുത്തത് ഗേ ട്രാൻസ്ജെൻഡർ ലെസ്ബിയൻ അങ്ങനത്തെ എനിക്ക് ബുദ്ധിമുട്ടില്ലാണ്. പറച്ചോൻ ദൈവമായിട്ട് കുട്ടിക്കുന്ന കാര്യമാണ്. ഈ ദൈവം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ചേനെയും പട്ടീനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചോൻ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഒരു ശക്തിയുണ്ട്. അദ്ദേഹം സൃഷ്ടിച്ച ഓരോ ഇതാണത്. നമ്മൾ ചിലത് ബ്ലെസ്സിങ് ആയിട്ട് കരുതുക. ഞാൻ ആ കാര്യത്തിലേക്ക് ഞാനത് കടന്നിട്ടില്ല. കാരണം ഞാൻ ആദ്യം തോന്നുന്നത് തന്നെ സോഷ്യൽ മീഡിയ ഞാൻ പരിചയപ്പെടുമ്പോൾ എനിക്ക് രണ്ട് സോളായിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളി നല്ല പ്യൂർ സോൾസാണ്. അപ്പോൾ ഫാമിലി കാര്യം എനിക്കറിയാം. ആദ്യത്തെ വീട് ആലുവയിലെന്ന് പറഞ്ഞു, നോറയുടെ വീട് കാലിക്കറ്റാന്ന് പറഞ്ഞു. എനിക്ക് അത് മാത്രം അറിയുള്ളൂ. ഫാമിലിയുടെ കാര്യം ഒന്നും അറിയാൻ പാടില്ല. ഇനി അത് പറഞ്ഞോണ്ട് അവരുടെ ഫാമിലി എന്നെ കൊല്ലാൻ സത്യമായിട്ടും. അപ്പോൾ നമുക്ക് ഈ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ താല്പര്യമില്ല. ഫാമിലി വരണം എന്ന് ഒഫ്കോഴ്സ് അത് എന്തായാലും നമ്മൾ ആഗ്രഹിക്കും. അവർ എല്ലാവരും സെറ്റ് ആവട്ടെ നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഫാമിലി റെഡി ആവട്ടെ, ഒരു ഫാമിലി വരട്ടെ ബിഗ് ബോസ്. ഇനി നമുക്ക് പറയാം. താങ്ക് യു.